ഞങ്ങളുടെ നാട്ടിലെ സകല വീട്ടിലും എനിക്ക് കയറാം. അങ്ങനെ ഉണ്ട്. ചിലക്ക് സ്വന്തം നാട്ടിൽ വലിയ സാക്ഷ്യമൊന്നും. ഞാൻ ബറോഡയിൽ താൻ എവിടെയെങ്കിലും പോകും, സ്വന്തം നാട്ടിൽ തന്നെ. ഞാൻ ഹൂസ്റ്റണിലാകിരുന്നപ്പോൾ അതിനെ നാട്ടിലാകാഞ്ഞേ. ചില സ്വന്തം നാട്ടിൽ വലിയ സാക്ഷ്യവും പ്രവർത്തനമൊന്നുമില്ല, അങ്ങ് ദൂരെ പോയി. അത് പിന്നെ നമുക്ക് വാക്യം കിടപ്പുണ്ട്, ഒരു പ്രവാചകനും. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുക. കർത്താവിന് മഹത്വം. ആദ്യം നമ്മുടെ ദേശത്തല്ലയോ, വീടുകൾ കയറി സുവിശേഷം പറയും. സ്തോത്രം. മുക്കവലിൽ നിന്ന് യേശുവിനെ വലിയ പ്രസംഗമൊന്നുമല്ല. യേശു പാപം മോചിക്കും, രോഗിയെ സൗഖ്യമാക്കും, സമാധാനത്തിന് ഇത് പറഞ്ഞാൽ മതി. കർത്താവ് സ്വർഗത്തിൽ പ്രതിഫലമുള്ളതാ. ഇനി ആരും കേൾക്കാനില്ലെങ്കിൽ 2 ട്രാക്ട് കൊടുത്താലും സ്വർഗത്തിൽ. അതൊക്കെ സുവിശേഷവേലയുടെ ഭാഗമാണ്. പ്രസംഗിക്കുന്ന മാത്രമല്ല സുവിശേഷവേല. ഈ പ്രസംഗത്തെക്കാളും വലിയ പ്രവർത്തി ചെയ്യുന്ന അമ്മമാർ ഇതിനകത്തിനുണ്ട്. പ്രാർത്ഥിക്കുന്നവര്, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ മണിക്കൂറുകൾ പോരാടി പ്രാർത്ഥിക്കുന്നത് ഇതിൽ ശ്രേഷ്ഠമാണ്. അത് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇതെല്ലാം സുവിശേഷവേലയുടെ ഭാഗം. ആരും നിരാശപ്പെടരുത്. കർത്താവിന്റെ മഹത്വം. അതെ. അപ്പോൾ ഈ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയപ്പോൾ ത്രോവാസി വന്നു. അവിടെ വെച്ച് മക്കതോന്യക്കാരെ പുരുഷൻ നിലവിളിക്കുന്ന ഒരു ദർശനം പൗലോസ് കണ്ടു. അങ്ങനെ മക്കതോന്യയുടെ ഒരു ഭാഗം അങ്ങനെ ഫിലിപ്പിയ പട്ടണത്തിൽ വന്നു. പുൽപ്പറ്റ് നോക്കി കിട്ടിയില്ല, പുഴവക്കത്ത് നിന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ലുദിയായുടെ ഹൃദയം കർത്താവ് അങ്ങ് തുറന്നു. ദൈവം അവിടെ ഹൃദയം തുറന്നപ്പോൾ അവൾ വീട് തുറന്നു. വീട് തുറന്നു വെച്ച് ദൈവദാസന്മാരോട് പറഞ്ഞു, ഞാൻ വിശ്വസ്തയാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്റെ വീട്ടിൽ പാർക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ പെന്തിക്കോസുകാരുടെ ഒരു കാര്യം പറയാം. വലിയ വലിയ പെന്തിക്കോസുകാരുണ്ട്. 2 നിലയും 3 നിലയൊക്കെ പണിത് അമേരിക്കയിലും ഗൾഫിലും ലണ്ടനിലും കാനഡയിലും ഒക്കെ പാർക്കുന്നവർ നല്ലതാ. അങ്ങനെയുള്ളവരുടെ വീടുകൾ പലതും ഇങ്ങനെ പൂട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ ദൈവസ്നേഹത്തൊരു കാര്യം പറയാം. വാടക കൊടുക്കാൻ നിർവാഹമില്ലാതെ, വീടില്ലാതെ ഭാരപ്പെടുന്ന ദൈവദാസന്മാരും ദൈവകുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് നിന്റെ വീട് തുറന്നു കൊടുക്കണം. എല്ലാ മുറിയും തുറക്കണ്ട, 2 മുറിയെങ്കിലും അതൊക്കെ കൊടുത്ത് ബാക്കി നമ്മുടെ സാധനം ഇട്ടേച്ച് ആ വീടൊക്കെ തുറന്നു കൊടുക്കണം. എല്ലാവരെയും നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല, അത് ശരി. എന്നിരുന്നാലും എല്ലാവരും ഒന്നും പ്രശ്നക്കാരല്ല. ഒരു ദൈവദാസനോ ഒരു ദൈവവൈദ്യനോ നിന്റെ വീട് തുറന്ന് അവർ അതിനകത്ത് പാർത്താൽ നിനക്കും നിന്റെ സന്തതിക്കും ഗുണമാണ്. പിന്നെ വിശ്വാസമില്ലെങ്കിൽ 11 മാസം കൂടുമ്പോൾ കരാർ ഒന്നുകൂടെ അത് കൊള്ളിച്ചെടുത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. നീ ഇതെല്ലാം ആമത്താടിട്ട് പൂട്ടിയ ചവിടിരിക്കുക ഈ വാടിക്കുന്നന്നെ. എന്നാ വലിയ അനക്കമൊന്നുമില്ലാത്ത വിദേശത്തിരിക്കുന്നവരോടും കൂടെ ആയി പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഇന്ന് രാത്രി നീ അവിടെ ഇരുന്ന് തീരുമാനമെടുത്തോണം. എനിക്ക് തരണ്ട, അത് വേറെ വിഷയം. സ്തോത്രം. ഞരങ്ങുന്ന അനേക ദൈവദാസന്മാരും ദൈവകുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് നീ നിന്റെ വീട് തുറന്നു കൊടുത്താൽ അവർ നിന്റെ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത്, സ്തോത്രം ചെയ്യുന്നത് നിനക്കും നിന്റെ സന്തതിക്കും അനുഗ്രഹമാണ്. 1-ാം തീയതി രാവിലെ അമ്മാച്ചനെ പറഞ്ഞു വിടരുത്. വാടകയ്ക്ക് അവിടെ അമ്മാച്ചൻ മതിലേ കയറി മതിലതായിട്ട് നിന്ന് ചൊറിഞ്ഞു നിൽക്കരുത്. വാടകയ്ക്ക് കിട്ടുകയാണെ വല്ലതും മേടിച്ചോ തരികാരനെ. കർത്താവിന്റെ വേലക്കാരാ. സ്തോത്രം. നിനക്ക് നിന്റെ സന്തതിക്കും അനുഗ്രഹമാ. കർത്താവിന്റെ വേലയ്ക്ക് വീടും വസ്തുവൊക്കെ തുറന്നു കൊടുക്കുന്നത് നഷ്ടമല്ല, ലാഭമാ. അതിന് സ്വർഗത്തിൽ പ്രതിഫലമുള്ളതാ. അത് മറന്നു കളയുവാൻ നമ്മുടെ ദൈവം അനീതിയുള്ള വാക്യം നമുക്ക് അറിവുള്ള വാക്യമാണ്. വായിച്ചു. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ചു. അറിവുള്ള വാക്യം എങ്കിലും ഒന്നുകൂടെ സന്ദർഭം വന്നുകൊണ്ട് വായിച്ചു. 6-9 മുതൽ എബ്രായ ലേഖനം 6-9 മുതൽ വായിരും. എന്നാൽ സഹോദരന്മാരെ, ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയാൻ തക്കവണ്ണം നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. കർത്താവിന്റെ നാമത്തിന് പച്ചവെള്ളം കൊടുത്താൽ 10 രൂപ കൊടുത്താൽ അത് മറന്നു കളയുവാൻ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. നിനക്ക് നിന്റെ സന്തതിക്കും ആമൻ നന്മകളും അഭിവൃദ്ധിയും തന്ന് ആദരിക്കുവാൻ വിശ്വസ്തനായ ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. അതവൽ ഉദയ വീട് തുറന്നു കൊടുത്തു. ദൈവദാസന്മാരോട് പറഞ്ഞു, ഞാൻ വിശ്വസ്തയാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്റെ വീട്ടിൽ പാർത്ത് വേല ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വേല ചെയ്തു. ഇങ്ങനെ വേല ചെയ്ത് വരുന്ന അളവിൽ ഒരു സഹോദരി എന്നും ദൂത് പറയാൻ തുടങ്ങി. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട്. നമ്മളായിരുന്നു അമ്മാമ്മയ്ക്ക് ഡേറ്റ് കൊടുത്തേനെ. അമ്മാമ്മ ഒരു ശുശ്രൂഷയ്ക്ക് ഫ്രൈഡേ. പൗലോസ് ഫ്രൈഡേയും വെനസ്ഡേ ഒന്നും കൊടുത്തില്ല. ഒരു ദിവസം പൗലോസ് മുഷിഞ്ഞു നോക്കി. ഭൂതമായിരുന്നു തള്ളച്ചിക്ക്. ഭൂതം അങ്ങ് പോയി. ഇവിടെ ഭൂതവും പോയി, മറ്റവരുടെ ലാഭവും. ഈ ദൂത് കറക്റ്റ് ആണെങ്കിലും ആത്മാവ് വേറെ ആയിരുന്നു. അതാ കുഴപ്പം. കറക്റ്റ് ദൂതാ. ദൈവത്തിന്റെ ദാസന്മാരുമാ രക്ഷാമാർഗം. അത് ദൂത് കറക്റ്റാ, പക്ഷെ ആത്മാവ് അത് വിവേചിക്കുന്നവർക്കേ പിടികിട്ടു. പലയിടത്തെയും ദൂരൊക്കെ കറക്റ്റാ. പേര് പറയുന്നുണ്ട്. റീന മോളി തങ്കമ്മ സീന. എന്നാ ചൈനയിൽ പോയി 2 പേര് പറയടാ. നീ മുട്ടിട്ട് പറയും. അതുങ്ങളുടെ പേര് വല്ലതും വായിക്കൊള്ളുന്നാന്നോ? മുസ്ലിം സഹോദരന്മാരുണ്ട്, നല്ല സഹോദരന്മാർ. അവരുടെ പേര് പറ. നല്ല പേരുണ്ട്. പണ്ട് സ്കൂളിൽ പഠിച്ചത് അലികസം കുഞ്ഞ് പോക്കുമോസ മരക്കായർ നൂകക്കണ്ണ്. ഒരാളുടെ പേരാ നമ്മൾ പണ്ട് പഠിച്ച.
ധർമ്മരാജ സെക്കൻഡ് പഠിച്ചല്ലോ. അലികസൻ കുഞ്ഞ്, പോക്ക് മൂസ, മരക്കായർ, നൂഹ് കണ്ണ് ഒരാടെ പേരാ. പുളിക്കും പറയണമെങ്കിൽ പാവം പിടിച്ച മോളിയും ലില്ലിയും തങ്കമേന്നൊക്കെ പെട്ടെന്ന് പറയും. ദൂത് കറക്റ്റാ, കറക്റ്റ് ദൂതാ പറയുന്നത്. ആ ചുമല ചുരിദാറിട്ട സിസ്റ്റർ, രണ്ടെണ്ണം ഉള്ളത് ചുമന്ന് ഇട്ടുകൊണ്ട് വന്നത്. ആ തൂണിന് സൈഡിലിരിക്കുന്ന അച്ചായൻ, 3-4 തൂണുണ്ട്, ഏതെങ്കിലും സൈഡിൽ ആരിലും കാണും. മനോഭാരത്താൽ വലിക്കുന്ന ചിലര് വന്നത് മുഴുവൻ മനോഭാരത്തോടാ. ഇതൊക്കെ ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. സ്തോത്രം. ദൂത് കറക്റ്റാ. വണ്ടി നമ്പർ വരെ കയറി പറയുന്നവരുണ്ട്. KL4 4233 അന്തം വിട്ടു പോവുക. ഞാൻ എതിർക്കുന്നില്ല, ദൂത് കറക്റ്റാ. പച്ചസാരി അല്ലെങ്കിൽ കളറുള്ള ഷർട്ട്, കട്ടമീശ, ബുൾഗാൻ, ഇതൊക്കെ ദൂത് കറക്റ്റാ. ആത്മാവ് വേറെയാ. വൃക്ഷത്തെ ഫലം കൊണ്ടാ അറിയുന്നത്. ദൂതൊക്കെ കറക്റ്റാന്ന്. കരിമ്പിൽ മത്തായി ദൂത് പറഞ്ഞത് കറക്റ്റ് അല്ലയോ? പണ്ടുണ്ടായിരുന്ന കഞ്ഞിക്കൊടി തോമ, കരിമ്പിൽ മത്തായി, ആ കോട്ടയം ശാന്തമ്മ ദൈവം, ഒത്തിരി ഉണ്ട്. ദൂതൊക്കെ കറക്റ്റ്, കൃത്യമാ ദൂത്. ആത്മാവേതാന്നും കൂടെ പഠിക്കണം. സ്തോത്രം. വിവേചിക്കണം. പൗലോസ് കൃപയുള്ള ആളാ, നന്നായിട്ട് വിവേചിച്ചു. ദൂത് കറക്റ്റാന്നല്ലോ, ആത്മാവ് വേറെയാ. നോക്കി മുഷിഞ്ഞ് ഭൂതം അങ്ങ് പോയി. അവിടെ ഭൂതവും പോയി, അവരുടെ ലാഭവും പോയി. അപ്പോൾ ദൈവദാസന്മാരെ പിടിച്ചടിച്ച് ഉപദ്രവിച്ച് കാരാഗൃഹത്തിൽ കൽത്തുറുങ്കിൽ അടച്ചു. പക്ഷെ ക്ഷീണിച്ചില്ല. അവിടെയും പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചു. ഞങ്ങൾക്ക് പിന്നെ എവിടെ ചെന്നാലും പ്രാർത്ഥന വരും. ചിലരെ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ പിടിച്ചു തിരിക്കും പോലെ കിഴക്കോട്ട്. ഞങ്ങൾക്ക് എവിടോട്ട് തിരിഞ്ഞാലും പ്രാർത്ഥന വരും. പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ കിഴക്കോട്ടും തിരിഞ്ഞാലും പടിഞ്ഞാട്ട് തിരിഞ്ഞാലും തെക്കോട്ട് തിരിഞ്ഞാലും ദൈവത്തോടില്ലയോ പ്രാർത്ഥിക്കുന്നത്? കിഴക്കോട്ടുള്ള പ്രാർത്ഥന കേട്ടോ അച്ഛാ, കിഴക്കോട്ടുള്ള പ്രാർത്ഥന സൂര്യാരാധനയാ. വചനം നിങ്ങൾക്ക് അറിയാമല്ലോ. പിടിച്ചു തിരിക്കരുതേ. കിഴക്കോട്ട് മറ്റേ പുള്ളി കയറി അടിക്കുന്നിന്നെ സൂര്യൻ. സൂര്യന്റെ കെടുതി ഉണ്ടാകും. അതല്ലേ തിരുവചനത്തിൽ പകൽ സൂര്യനെങ്കിലും. അപ്പൊ അതിന്റെ ഒരു ബാധയുണ്ട്. സ്തോത്രം. ദൈവ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും കേൾക്കത്തില്ല. അപ്പൊ കിഴക്കോട്ടുള്ള ആരാധന സൂര്യാരാധനയാ. ദൈവമൊക്കെ കിഴക്കിന്നും പടിഞ്ഞാറിന്നും തെക്കിന്നും ഒന്നുമല്ല ഉയർച്ച വരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഏത് സ്ഥലത്തോട് നിന്നാലും പ്രാർത്ഥന വരും. കാരണം കർത്താവ് നമ്മുടെ നടുവിലാ. അവന്റെ ജനനം മുതലേ എല്ലാം നടുവിലല്ലയോ? ആ 12ാമത്തെ വയസ്സിൽ ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെ നടുവിൽ. സ്തോത്രം, സ്തോത്രം. ആകാശത്തിന്റെ ഭൂമിക്ക് നടുവിൽ, ആ ശിഷ്യന്മാരുടെ നടുവിൽ 2 3 പറഞ്ഞ നാമത്തിൽ എവിടെ കൂടിയാണ് അവരുടെ നടുവിൽ. വന്നത് മുഴുവൻ നടുവിലാ. ആവർത്തനത്തിൽ പുറപ്പാട് വാക്യമുണ്ട്, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർക്ക് ഒരു വിശുദ്ധ മന്ദിരം പണിയണം. 7 നക്ഷത്രങ്ങൾ, 7 നിലവിളക്ക്, 7 നിലവിളക്കുകളുടെ നടുവിൽ. അവൻ നമ്മുടെ നടുവിൽ വരുന്നവനാ. ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച് കെട്ടിയവനാ, ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടന് സദൃശമുള്ള പ്രാണമുള്ളവനാ, 7 നക്ഷത്രം വലങ്കിൽ പിടിച്ചവനാ ഇന്ന് രാത്രി നസറായ നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക. അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു. എന്തിനേറെ അന്ന് രാത്രി കാരാഗൃഹ പ്രമാണി അങ്ങ് രക്ഷിക്കപ്പെട്ടു. പ്രശ്നം വഷളായതുകൊണ്ട് ദൈവദാസന്മാരെ അന്ന് രാത്രി പ്രശ്നങ്ങൾ രൂക്ഷമായതുകൊണ്ട് അവരെ പറഞ്ഞ് അങ്ങ് തെസലോനിക്കയിലേക്ക് വിട്ടു. അങ്ങനെ പൗലോസും ശിഷ്യന്മാരെ തെസലോനിലെത്തി. ഏതാണ്ട് 3 ശബത്തിൽ തെസലോനിക്കയിൽ ശുശ്രൂഷിച്ചു. അപ്പോൾ അവിടെ ഒരു സഭയുണ്ടായി. വായിച്ചേ 17-ാം അധ്യായത്തിന്റെ 1-2 അപ്പോസ്തല പ്രവൃത്തി വായിച്ചു. അവർ അംഫിപ്പൊലീസിലും അപ്പൊലോനിയിലും കൂടി കടന്ന് തെസലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി. നമ്മുടെ ആധാരം തിരുവെടുത്ത അപ്പച്ചന്മാര് പറഞ്ഞ സ്തോത്രം. അഭിപ്രായങ്ങൾ നല്ലതാ, പക്ഷെ നമ്മുടെ ആധാരം തിരുവെടുത്ത. ഊകാഭോഗം, കെട്ടുകഥയും അമ്മമ്മക്കഥയും ഉമ്മാക്കഥയും കരുവക്കഥയും ഒന്നുമല്ല നമ്മുടെ ആധാരം. നമ്മുടെ ആധാരം തിരുവെടുത്ത. തിരുവെടുത്ത് പറഞ്ഞതുപോലെ തിരുവെടുത്തുകളെ ആധാരമാക്കി അവരോട് സമ്പാദിച്ചും തർക്കിച്ചും തെളിയിച്ചും പോണെന്ന. അടുത്ത വാക്യം വായിച്ചേ. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു എന്ന് പറയാൻ കാര്യം, വേറെ യേശുവിനെ കൊണ്ട് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ, വരുന്നുണ്ടല്ലോ. അതല്ലയോ അപ്പൊ ദൂതന്മാര് പണ്ട് പറഞ്ഞത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു. ഇവിടെ പറയാ ഈ യേശു. പൗലോസ് പ്രസംഗിച്ച യേശുവും ദൂതന്മാര് പറഞ്ഞ യേശു ഒന്നാ. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് വേറെ യേശുവായിട്ട് ആൾക്കാർ രംഗത്തെത്തി. വേറൊരു സുവിശേഷം, വേറൊരു യേശു, വേറൊരു ആത്മാവ്.
അതാ ഇപ്പം വ്യാപരിക്കുന്നത്. 2 കൊരിന്ത്യർ 11 കിടപ്പുണ്ട്, എടുത്ത് വായിപ്പിക്കുന്നില്ല, നമുക്ക് അറിവുള്ള വാക്യമാണ്. ഈ യേശു തന്നെ, ഈ യേശു ഈ ക്രിസ്തു കഷ്ടാനുഭവിക്കാൻ എഴുന്നേൽക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ വലിയൊരു കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. അങ്ങനെയാണ് തെസ്സലോനിക്കയിൽ സഭ ഉണ്ടായത്. അല്ല, പൗലോസ് ഇവിടെ 1-ാം അധ്യായത്തിന്റെ 9 ചോദിച്ചു, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? അതിങ്ങനെ സാധിച്ചത്. ഇനി 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വായിക്കാം. തെസ്സലോനിക്ക ലേഖനം, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ പറഞ്ഞതുപോലെ ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ഈ സത്യദൈവത്തെ കണ്ടുമുട്ടിയതാണ്. യേശുക്രിസ്തുവാണ് സത്യദൈവം, യേശുക്രിസ്തുവാണ് നിത്യദൈവം, യേശുക്രിസ്തുവാണ് ഏകദൈവം, യേശുക്രിസ്തുവാണ് സാക്ഷാൽ ദൈവം. യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഏകദൈവം യേശുക്രിസ്തു. പൗലോസായ വേറൊരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു. അടുത്ത വാക്യം വായിച്ചാട്ടെ. സത്യദൈവത്തെ സേവിപ്പാനും സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നത്. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു വരുന്നെന്ന്. എന്തുവാ ഈ വരുവാനുള്ള കോപം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വരുവാനുള്ള കോപം എന്നവിടെ ഉദ്ദേശിക്കുന്നത് മഹാപീഡയാണ്, മഹോദരവ കാലത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 7 വർഷം ഈ ഭൂമിയിൽ മഹാപീഡ വരാൻ പോകുകയാണ്. 7 വർഷം. വേദപുസ്തകം നന്നായിട്ട് അറിവുള്ളവരാ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും. നമുക്ക് കണക്കൊക്കെ അറിയാം. 7 വർഷം ഇവിടെ മഹാപീഡ വരും. കർത്താവിന് മഹത്വം. ഈ 7 എന്നുള്ള കണക്ക് ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടത്തോട് ബന്ധപ്പെട്ടാ പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ചവട്ടം എന്നൊരു പദം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊത്തം 70 ആഴ്ചവട്ടം, 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം, ഒരാഴ്ചവട്ടം. ദാനിയേൽ 9 അതിലെ ഒടുക്കത്തെ ഒരാഴ്ചവട്ടം ഇനി കിടപ്പുണ്ട്. 62, 7, 69 ആഴ്ചവട്ടം കഴിഞ്ഞു. 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ ആ 62ാമത്തെ ആഴ്ചവട്ടത്തിൽ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. കർത്താവിന് മഹത്വം. ഇനി ഒരാഴ്ചവട്ടം കിടക്കുക. ആ കിടക്കാനുള്ള ഒരാഴ്ചവട്ടവും ശേഷിച്ച 69 ആഴ്ചവട്ടം ഇടയ്ക്കുള്ള കാലം, അതാണ് ജാതികട കാലം. ഇക്കാലം ഞാനും നിങ്ങളും ഈ കാലത്തിലാണ് ജീവിക്കുന്ന. ജാതികട കാലം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാം ജാതികളായിരുന്നു. കൃപയാല് ദൈവസഭയിൽ അംഗമായി. ഞാനും ജാതിയായിരുന്നു, നിങ്ങളല്ല ജാതിയാ. നമ്മൾ കൃപയാൽ ഇതിനകത്ത് വന്നപ്പോൾ നമ്മൾ 3 വകുപ്പേ ഉള്ളല്ലോ ഭൂമിയിലെ. 1 ദൈവസഭ, 2 യഹൂദൻ, പിന്നെ ജാതികൾ. അത് ഓർഡർ പറഞ്ഞാൽ ആദ്യം യഹൂദൻ, പിന്നെ ജാതി, പിന്നെ ദൈവസഭ. ഇതിനപ്പുറം ഒന്നുമില്ല. ഞങ്ങൾ അതിലും വലിയ പുള്ളിയാന്ന് ആരും ഇന്ന് രാത്രി എന്റെ മുന്നിൽ ഞെളിയരുത്. എല്ലാം പരുവക്കേട് പിടിച്ച് കിടന്നതാ. യേശുവിനെ കണ്ടതായി സ്ഥിതിക്കെല്ലാം മാറ്റം വന്നു. യഹൂദന്മാരിവിടെ ആരേലും ഉണ്ടോ? യഹൂദന്മാരെ യഹൂദന് വിടില്ല. എന്നാൽ ഇവിടെ വന്നതിൽ സിംഹഭാഗം ആൾക്കാരും ദൈവസഭയിൽ അംഗങ്ങളാണ്. ബാക്കി മുഴുവൻ ജാതിയാ. മുഴുവൻ രക്ഷിക്കപ്പെടാത്ത മുഴുവൻ ജാതിയാ. അങ്ങനെ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പൊ ചെല്ലി ചോദിക്കും, ഞങ്ങള് സമുദായത്തിലാക്കെ ജാതിയുടെ കൂട്ടത്തിലാണ് ദൈവം എണ്ണി വെച്ചേക്കുന്നത്. എല്ലാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേറെ പെടാത്തതെല്ലാം ജാതിയ വകുപ്പ. മനസ്സിലാകുന്നുണ്ടല്ലോ? കുരിശ് വെച്ചുകൊണ്ടൊന്നും കാര്യമായില്ല. വലിയ പള്ളി പണിതത് കൊണ്ടോ ആമൻ സ്വോത്ര ഞങ്ങൾ പെന്തിക്കോസിലാണെന്നോ അതൊന്നും വിഷയമല്ല. ഞങ്ങൾ ബ്രദറാണ്, പെന്തിക്കോസാണ്, TPM ആണ്, കത്തോലിക്കരാണ്, ഞങ്ങൾ യാക്കോബ, മാർത്തോബ, ഇവാഞ്ചലിക്കൽ. അതൊന്നും ഞാൻ എതിർക്കുന്നില്ല. രക്ഷിക്കപ്പെട്ടില്ലേ നീ ജാതിയാ. അങ്ങനെ ആ പുസ്തകം പഠിപ്പിക്കുന്നു. സ്തോത്രം. രക്ഷിക്കപ്പെട്ടതെല്ലാം ദൈവസഭയിൽ അംഗങ്ങളാണ്. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് എക്ലീശിയ എന്ന. സ്തോത്രം. വിളിക്കപ്പെട്ട പ്രത്യേക ഉദ്ദേശത്തിനായി ദൈവത്താൽ പല ഇടത്തുനിന്ന് വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടം. അത് സൈമൺ സാർ പണ്ടൊരു പാട്ട് പാടി. എക്ലീശിയയ്ക്കു പ്രേമ വിഗ്രഹമായവനെ, എക്ലീശിയയ്ക്ക് പ്രേമ വിഗ്രഹമായവനെ, മൽക്ലേശമാക നീക്കി മോക്യാശിസേകണമേ ദേവകുമാര, സർവ പാപ വിദൂര ജയിക്ക ദേവകുമാര. ന്യായാസനസ്ഥാനിന്റെ കായ പ്രദർശനത്താൽ, ന്യായാസനസ്ഥാനിന്റെ കായ പ്രദർശനത്താൽ മായാവിമോകമെല്ലാം
ദേവകുമാര സർവപാപ വിദൂര ജയിക്ക ദേവകുമാര എക്ലേശിയയ്ക്ക് പ്രേമ വിഗ്രഹമായവന് എക്ലേശിയയ്ക്ക് പ്രേമ വിഗ്രഹമായവൻ അവൻ എക്ലേശിയുടെ പ്രേമ വിഗ്രഹമാണ് ക്രിസ്തു. എക്ലേശ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സഭ. അപ്പോൾ ഒന്ന് യഹൂദൻ, രണ്ട് ജാതി, പിന്നെ അതിൽ നിന്നെല്ലാം രക്ഷിക്കപ്പെട്ടവനാണ് ആ ദൈവസഭ. ഇനി വേദപുസ്തകത്തിലൊരു പ്രമാണം കൊണ്ടങ്ങ് പറയാം. ചില ആൾക്കാർക്ക് ധാരണയുണ്ട്, ഞങ്ങൾ ഇച്ചിരി ഗ്രേഡ് കൂടിയതാണ്, മറ്റവർ ഇച്ചിരി കുറഞ്ഞതാണ്. ഞങ്ങൾ അവിടുന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് പോന്ന ഇപ്പോൾ കുറേ പുള്ളിക്കാർ ഞങ്ങൾ കൊടുങ്ങല്ലൂർ വരെ വന്നില്ല, കുറവലങ്കാണ്ട് മുതലാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നതാ. അവിടെ അങ്ങനെയൊക്കെ എൻ്റെ ഈ ഊളത്തരവൊക്കെ നിർത്തണം. സ്തോത്രം. വേദപുസ്തകത്തിൻ്റെ ഒരു ഉപദേശം പറയാം. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവൻ ഉളവാക്കി. ഒരൊറ്റ ഒരെണ്ണത്തിൽ നിന്നാ ഈ വന്നിരിക്കുന്ന മുഴുവൻ എണ്ണം ഉണ്ടായത്. പിന്നെ ഇപ്പൊ ഈ പരുവക്കേടൊക്കെ ആയിട്ടിരിക്കുക. ചിലത് വെളുത്തു, ചിലത് കറുത്തു, ചിലത് പരുവക്കേടാണ്, ചിലത് ഇരുനിറം, ചിലത് വിളറിയിരിക്കുന്നു. ഒക്കെ വന്നത് ഭക്ഷണത്തിന്റെയും കാലാവസ്ഥയുടെയും ജോലിയുടെയും കുടുംബ പശ്ചാത്തലത്തിന്റെ ഒക്കെ ആ രീതി കൊണ്ടായി പരുവത്തിലൊക്കെ. റോഡ് പണി നടക്കുന്ന ബേബിയുടെ മുഖം പോലെ അന്ന് ഓഫീസിരിക്കുന്ന ഒറാച്ചായന്റെ അല്ല സത്യം പറ പാപ്പച്ചായ, ബേബി റോഡ് പണിക്ക് നടക്കുക മറ്റിലിട്ട്. ഇപ്പം പിന്നെ മറ്റേ ഉപകരണം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പണ്ട കയ്യിലെ താറ് ഇങ്ങനെ ഇട്ട് ഷൂ ഒക്കെ ഇട്ടേച്ച് വെയിൽ കൊണ്ട് ഊപ്പാട് വരിക ബേബിയുടെ. ആ മുഖം പോലാന്നോ ഓഫീസിരിക്കുന്നത്? ഓ, വലിയ വീട്ടിലെ കൊച്ചമ്മ നട്ട്സാ കഴിക്കുന്നത്. അണ്ടിയാപ്പീസുള്ള ആളാ. അതുപോലെ അന്നോ തറ തുടയ്ക്കാൻ പോകുന്ന തങ്ക. തങ്കയ്ക്ക് നട്ട്സ് ഇല്ല. ആഞ്ഞിലേക്കൊരു വറുത്തച്ച് കുറെ നാടി വെച്ച് ഉരുട്ടി ആഞ്ഞിലേക്കൊരു തന്നെ തങ്കയുടെ മുഖവും നട്ട്സ് കഴിക്കുന്ന കൊച്ചമ്മയുടെ മുഖം ഒരു പോലെ. സത്യം പറ. സത്യം പറയത്തില്ലെന്ന് എനിക്കറിയാമല്ലോ. സ്തോത്രം. ഒക്കെ ഭക്ഷണത്തിന്റെ രീതിയൊക്കെ വരും. അമേരിക്കക്കാരുടെ മുഖം പോലാന്നോ ബലങ്കരക്കാരുടെ മുഖം? അവിടുത്തെ ക്ലൈമറ്റ് വേറെയാണ്, ജീവിത നിലവാരം. അപ്പൊ അതിന് വ്യത്യാസം വരും. അപ്പൊ ദീർഘവർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ഭക്ഷണവും കാലാവസ്ഥയും ജോലിയുടേതും സാഹചര്യവും കുടുംബ പശ്ചാത്തലവും ആ പ്രകൃതിയൊക്കെ അനുസരിച്ച് പരുവത്തിലായതാ. പ്രമാണം പറയാ ഒറ്റ ഒരുത്തിന് നാം മുഴുവൻ എണ്ണം ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൊമ്പത്തെയാ, നീ ഇച്ചിരി താടത്തെയാന്നൊരു ഒറ്റ ഒരുത്തം വേണ്ടി പോകരുത്. നിനക്ക് പുസ്തകം അറിയാൻ മേല, അതുകൊണ്ടാണ്. സ്തോത്രം. എന്തേലും തർക്കമുണ്ട് ഇപ്പൊ എഴുന്നേറ്റ് പറയണം. ഞാൻ പോയി കഴിഞ്ഞേച്ച് അയാൾ അങ്ങ് പറഞ്ഞപ്പോ ഞങ്ങൾ മിണ്ടിയിലെന്നേ ഉള്ളതെന്ന് പിന്നെ പറഞ്ഞേക്കരുത്. എന്നെങ്ങാനും നീ എഴുന്നേറ്റാ നിന്നെ വാക്യം വെച്ച് ഞാൻ ശരിയാക്കും ഇന്ന്. വേറെ ശരിയാക്കത്തില്ല, വാക്യം വെച്ച്. സ്തോത്രം. റോമാലേഖനത്തിലുള്ളവർ ഞങ്ങൾ വാളല്ലയോ വഹിക്കുന്നേ. സ്തോത്രം. വാളാ വഹിക്കുന്നേ. സ്തോത്രം. ഇതുവരെ പല പല ജാതിയിലിരുന്നവർ യേശുവിൽ ഒന്നാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോടു തുല്യരാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോടു തുല്യരാകും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലിനിൻ രാജാതിരാജൻ വരും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലിനിൻ രാജാതിരാജൻ വരും. അപ്പൊ ശ്രദ്ധിക്കുക, പല പല ജാതിയിരുന്നവരെല്ലാം യേശുവിൽ ഒന്നാകും. സ്തോത്രം. അത് വേട്ടമലയുടെ പാട്ടാ. ഇന്നലത്തെ പോലെ താളം എനിക്കൊരു സുഖമായിട്ട് തോന്നുന്നില്ല. എന്നാ കുഴപ്പം? എന്തോ ഒരു ഇല്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടല്ലോ എല്ലാരും. അതാ വിഷയം. മനെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ യേശുവല്ലാതെ ഒരു ദൈവമില്ല. പാടി കൊട്ടിത്തന്നേച്ച് ഞാനങ്ങ് സ്വർഗത്തിൽ പോകും, നിങ്ങൾ നരകത്തിൽ പോകരുത്. സ്തോത്രം. യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല. സ്തോത്രം. മൈക്ക് ഓപ്പറേറ്റുകാരൻ മോനെ രക്ഷിക്കപ്പെട്ടാന്നോ? യേശുവിനെ അറിഞ്ഞോണം. സ്തോത്രം. യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല. നന്നായിട്ട് നീ വർക്ക് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെട്ട്, പക്ഷെ സ്വർഗത്തിൽ വരണം. യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരു ദൈവമില്ല. 5 പൈസ കൊടുക്കണ്ട, കാശ് മുടക്കണ്ട, ഹൃദയം കർത്താവിന് കൊടുത്താൽ മതി. വെള്ളം അടക്കളെ കൊണ്ട് ഞാൻ ചൂചാട്ടം പറഞ്ഞോണ്ടിരിക്കുക, വെള്ളം എടുപ്പിക്കുക, ഇങ്ങോട്ട് എടുപ്പിക്കുക. സ്തോത്രം. യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല. ക്രൈസ്തവ ഏകദൈവം, ഏകരക്ഷകൻ, ഏകദൈവം യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തൻ രക്ഷയില്ല. അപ്പൊ വേട്ടമല പണ്ട് പാടിയതാ. വേട്ടമല പണ്ട് പാടി സ്തോത്രം.
ഇതുവരെ പല പല ജാതികളിലിരുന്നവർ യേശുവിൽ ഒന്നാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോട് തുല്യരാകും. ഇടയനേകമാകും, ആട്ടിൻ കൂട്ടവും ഒന്നാകും. ഇതുവരെ പല പല ജാതിയിലിരുന്നവർ യേശുവിൽ ഒന്നാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോട് തുല്യരാകും. പിന്നെ വേറെ ലൈൻ പുള്ളി പാടിയത് അത്രയ്ക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെങ്കിലും പ്രയോഗം നല്ലതാ. വേട്ടമലയുടെ സഭകൾ അനേകമാകും, സർവേശ്വരൻ സകലർക്കും ഒന്നാകും. സഭകൾ രക്ഷിക്കപ്പെട്ട ഒന്നാകും. സഭകൾ അനേകമാകും, സർവേശ്വരൻ സകലർക്കും ഒന്നാകും. അന്ന് യാക്കോബ, മാർത്തോമ, റീത്തുകാർ, റോമാക്കാർ